ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒത്തുകൂടി. അപ്പോൾ സൂര്യൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും എല്ലാം ഇപ്പോൾ സൂര്യൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രഞ്ചി പ്രോൺ സ്ക്യൂവേഴ്സാണ്. ഇതൊരു പാർട്ടി ഐറ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, കൂടാതെ സ്റ്റാർട്ടേഴ്സായിട്ടും എടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കൊഞ്ചാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരിത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായി പുരട്ടി നമുക്കൊരു 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ: 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും, 1 കപ്പ് മൈദയിൽ 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്തതായി അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് എടുത്തിട്ട് ഒരു സ്റ്റിക്കിൽ 3-4 എണ്ണം വെച്ച് കുത്തി മാറ്റി വയ്ക്കുക. മൈദമാവിലേക്ക് തേങ്ങയും കുരുമുളകും ഗരം മസാലയും ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു അരിപ്പ എടുത്തിട്ട് ഈ മിക്സ് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത തരി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി അരിച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക, ഏകദേശം ഒരു അപ്പമാവിൻ്റെ പരുവത്തിൽ. ഇനി നമ്മുടെ കൊഞ്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്ക് എടുത്തിട്ട് ഈ മാവ് അതിലേക്ക് മെല്ലെ കോരി ഒഴിക്കുക. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് കൊഞ്ചൊന്ന് പൊതിഞ്ഞെടുക്കുക. അടുത്തതായി പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കൊഞ്ച് സ്റ്റിക്ക് അതിൽ മുക്കി പൊരിച്ചെടുക്കാം. രുചികരമായ പ്രോൺ സ്ക്യൂവേഴ്സ് റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ബൈ.